ഉത്തരം തരാൻ പറ്റാത്ത ചില ചോദ്യങ്ങളുമായി നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോയേക്കാം. ചില വേദനകൾക്ക് ആശ്വാസമാകാൻ ആരെ കൊണ്ടും പറ്റില്ല. എൻ്റെ വേദന എൻ്റേത് മാത്രമായി തീരുന്ന അത്തരം ചില നിമിഷങ്ങളിൽ ഈശോ നമ്മെ ചേർത്ത് പിടിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ അവർണ്ണനീയ സ്നേഹത്തെ നമുക്ക് ഈ പാട്ടിലൂടെ പാടിപ്പുകഴ്ത്താം.
നേരങ്ങളിൽ നമ്മുടെ ദൈവം അങ്ങനെയാണ്. പ്രാർത്ഥിച്ച് തീർന്നതിന് മുമ്പ് നമുക്ക് ഉത്തരം നൽകും. ചിലപ്പോൾ അത്ഭുതപ്പെട്ട് നമ്മൾ ചോദിക്കും, ഇത്ര മാത്രം നീ സ്നേഹിക്കാൻ ഞാൻ ആരാണെന്ന്. വൈകാതെ നമ്മൾ തിരിച്ചറിയും അതൊരപ്പൻ്റെ സ്നേഹമാണെന്ന്. സ്നേഹത്തിൽ ധൂർത്തനായ ആ അപ്പൻ്റെ മുൻപിൽ തല കുമ്പിട്ട് നമുക്ക് പറയാം, അവിടുത്തെ പുത്രി എന്നും പുത്രൻ എന്നും വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന്. സ്നേഹം മാത്രമെൻ മനസ്സിൽ, സത്യം മാത്രമെൻ വചസ്സിൽ. സ്നേഹം മാത്രമെൻ മനസ്സിൽ, സത്യം മാത്രമെൻ വചസ്സിൽ. നന്മകൾ മാത്രം നിലവിൽ, ആത്മചൈതന്യം വാഴ്വിൽ. നീ എനിക്കെന്നും നൽകണേ എൻ്റെ നീതിമാനാകും ദൈവമേ. അർഹിക്കാത്തത് നൽകി നീ എന്നെ അന്ധനാക്കരുതേശുവേ. അർഹിക്കുന്നത് നൽകാതെ നാഥാ ആർത്തനാക്കരുതേ.
വിശുദ്ധ കുർബാനയുടെ മധ്യേ നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ഈശോയെ സ്വീകരിക്കാൻ ഇങ്ങനെ വരി വരിയായി പോകുന്നത് കൊതിയോടെ നോക്കിയിരുന്ന ഒരു കുട്ടിക്കാലം നമുക്ക് എല്ലാവർക്കും ഇല്ലായിരുന്നു. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കാത്തിരിപ്പിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ആ ദിവസം വന്നെത്തി. നല്ല തൂവെള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് മാലാഖമാരെക്കാളും മനോഹരമായി ദൈവാലയ മുറ്റത്ത് നമ്മൾ അണിചേർന്ന് ആ വിശുദ്ധ കുർബാന ആദ്യമായി സ്വീകരിച്ചപ്പോൾ നമുക്കുണ്ടായ അനുഭൂതി അതെന്നാണ് നമുക്ക് കൈമോശം വന്നത്? ആദ്യ ദിവികാരണ സ്നേഹത്തിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
ആദ്യത്തെ അത്ഭുതം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒറ്റ ഉത്തരവേ ഉള്ളൂ, കാനായിലെ കല്യാണം വരുന്നത്. എന്നാൽ പരിശുദ്ധ അമ്മ അന്നവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എന്ത് ചോദ്യമല്ലേ? അങ്ങനെ ഒരു ചോദ്യത്തിനൂടെ പ്രസക്തിയില്ലല്ലോ. കാരണം നമ്മുടെ ആവശ്യം നമുക്ക് മുന്നേ മനസ്സിലാക്കി അമ്മ അവിടെ എത്തിയിരിക്കും. ആ അമ്മ പറഞ്ഞ പുത്രൻ നിരസിക്കാനാവുമോ? ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ വീഞ്ഞുകുടങ്ങൾ പറ്റിപ്പോകുന്ന സാഹചര്യത്തിൽ ആ അമ്മയോട് ചേർന്ന് നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധമാക്കി തീർക്കാം. കാനായിൽ കല്യാണത്തിന് വിരുന്നു വന്നു, പൊന്നീശോ മാതാവും ശിഷ്യരുമൊപ്പം. കാനായിൽ കല്യാണത്തിന് വിരുന്നു വന്നു, പൊന്നീശോ മാതാവും ശിഷ്യരുമൊപ്പം. അതിഥികളെ വന്നു ചേർന്നു വിരുന്നുശാലയിൽ അവർ നിരന്നു നൃത്തവും പാട്ടും ഘോഷവുമായി ഗൃഹനാഥൻ ഓ സന്തോഷമായി. അതിഥികളെ വന്നു ചേർന്നു വിരുന്നുശാലയിൽ അവർ നിരന്നു നൃത്തവും പാട്ടും ഘോഷവുമായി ഗൃഹനാഥൻ ഓ സന്തോഷമായി. കാനായിൽ കല്യാണത്തിന് വിരുന്നു വന്നു, പൊന്നീശോ മാതാവും ശിഷ്യരുമൊപ്പം. കാനായിൽ കല്യാണത്തിന് വിരുന്നു വന്നു, പൊന്നീശോ മാതാവും ശിഷ്യരുമൊപ്പം. വരു 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 നിരനിരയായി വരു വരു. വരു 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 നിരനിരയായി വരു വരു. വിരുന്നിനായി വന്നവർക്കായി വിളമ്പുവാൻ വേണ്ടുവോളം വീഞ്ഞില്ല എന്ന വാർത്ത യേശു പറഞ്ഞു. വിരുന്നിനായി വന്നവർക്കായി വിളമ്പുവാൻ വേണ്ടുവോളം വീഞ്ഞില്ല എന്ന വാർത്ത യേശു പറഞ്ഞു. കാനായിൽ കല്യാണത്തിന് വിരുന്നു വന്നു, പൊന്നീശോ മാതാവും ശിഷ്യരുമൊപ്പം. കാനായിൽ കല്യാണത്തിന് വിരുന്നു വന്നു, പൊന്നീശോ മാതാവും ശിഷ്യരുമൊപ്പം. യേശു മുടിഞ്ഞു ഭരണിയെല്ലാം വെള്ളമൊഴിച്ചു നിറയ്ക്കു വേഗം. യേശു ഒഴിഞ്ഞു ഭരണിയെല്ലാം വെള്ളമൊഴിച്ചു നിറയ്ക്കു വേഗം. അന്നവൻ അത്ഭുതമായി പച്ചവെള്ളം വീഞ്ഞാക്കി, ഉണർവായി നാട്ടിലെങ്ങും ഉത്സവമായി. അന്നവൻ അത്ഭുതമായി പച്ചവെള്ളം വീഞ്ഞാക്കി, ഉണർവായി നാട്ടിലെങ്ങും ഉത്സവമായി. കാനായിൽ
ഇന്നത്തെ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? നമ്മുടെ ഹോളി ബീറ്റ്സിൻ്റെ എല്ലാ എപ്പിസോഡുകളും ഷാലോം ടിവിയുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ ഈ പാട്ടുകളൊക്കെ ഒന്നുകൂടെ കേൾക്കുവാനും ആസ്വദിക്കുവാനും നമ്മുടെ ചാനൽ നിങ്ങൾ സന്ദർശിക്കുമല്ലോ അല്ലേ? ഒരുപടി നല്ല ഗാനങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ബൈ.